السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എൻ്റെ സ്നേഹനിധികളായ കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ ഞാനും നിങ്ങൾക്കൊപ്പം അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം പൊഴിക്കുന്ന പൗർണമിയാണ് മുത്തുനബി. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും വരമൊഴിയാലും അന്ത്യനാൾ വരെ ഒരാൾക്കും അടയാളപ്പെടുത്താൻ സാധ്യമല്ല. അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തികൾ. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവുമില്ലെന്നതാണ് സത്യം. സ്വലാത്തിന്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡ് പോലും അവിടുത്തെ പുകഴ്ത്താത്തതായില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന കീർത്തനത്താളിൽ നിന്ന് ഒരു ചെറുത്താൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കള്ളിലും കാമാകൂത്തിലും ലയിച്ചും കണ്ണിൽ കാണുന്നതിന് മൊത്തം ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ ആദമവിഭാഗം, അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് നബി തങ്ങളുടെ യുഗപ്പിറവി. സ്നേഹ സാമീപ്യം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും കാലം കൊണ്ടും ആജ്ഞരായ ആദമവിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർദ്ദനം ജീവനോടെ കുടിച്ചു മൂടുന്ന കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തിയവന് പരലോകത്ത് പ്രതിഫല കുമ്പാരമുണ്ടെന്ന് സന്ദേശമെത്തിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവിടുന്ന് ജ്ഞാന വെളിച്ചമേകി വർണ്ണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത് സൽമാനുൽ ഫാരിസി തങ്ങളെയും സഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ ചേർത്തു. അങ്ങനെ അവിടുന്ന് രചിച്ച സുഹൃത വിപ്ലവങ്ങൾ വിവരിക്കാനാവുകയില്ല. വിമർശകരുടെ ആരോപണ നൂലാമാല പോലെ അവിടുന്ന് വാളുകൊണ്ടല്ല പരിശുദ്ധ ദീനിനെ പടിപടിയായി ഉയർത്തിയത്, മറിച്ച് ഉത്കൃഷ്ടവും അരിഷ്ടവുമായ സ്വഭാവത്തിലൂടെയാണ്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, നബിയെ, അങ്ങ് വിശിഷ്ട സ്വഭാവത്തിനുടമയാണെന്ന്. അവിടുത്തെ സ്നേഹ സാമീപ്യം കണ്ട്, സ്നേഹ വായ്പ കണ്ട് എത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം പുൽകിയത്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ഇതര മത നേതാക്കൾ പോലും ആ മഹത്വത്തെ കുറിച്ച് വാഴ്ത്തുക എന്നതാണ് സത്യം. നമ്മളും ആ മുത്തിനെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും പാടിയും പറഞ്ഞും അവിടുത്തെ നബി തങ്ങൾ കാണിച്ചു തന്ന മികച്ച പാതയിൽ ഗമിച്ചും നമുക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി